ഹായ്, ഹലോ എവരിവൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ക്ലീഷേ ആയിട്ടുള്ള ഇൻട്രോ ആണെങ്കിലും ശരി, ലൈക്ക് ഐ വാണ്ട് ടു ബി ഹോണസ്റ്റ്. എനിക്കങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ട് പറയണ്ടെന്ന് തോന്നി. എന്താണ് മനസ്സിൽ വരുന്നത് അതുപോലെ തന്നെ പറയാമെന്ന് വിചാരിച്ചു. സോ ഒരു ഇതുപോലൊരു ഡെയിലി വ്ളോഗ് പോലെയൊക്കെ തുടങ്ങണം എന്നുള്ളതിൽ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. മീൻസ് ഇത് നമ്മൾ ഓരോ മൊമെൻറ്റ്സും റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പം നമ്മളെ ഫേസ് കണ്ടിട്ടില്ലെങ്കിലും ശരി, നമ്മൾ ആരാണെന്ന് ബാക്കിയുള്ളവർക്ക് അറിയില്ലെങ്കിലും ശരി, നമുക്ക് പിന്നെ അത് വാച്ച് ചെയ്യുമ്പം കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മളെ ജേണീൻ്റെ ഒരു ഡയറി പോലെ, വിഷ്വൽ ഡയറി പോലെ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും നല്ലതാണല്ലോ. ഞാൻ എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ അറിയില്ല, ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ തീരെ അറിയില്ല. ബട്ട് ഐ വാണ്ട് ടു ഡു ദാറ്റ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈനൽ ടൈം. എന്തെങ്കിലും ഒരു ചാനൽ തുടങ്ങണം. മീൻസ് അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊന്നും തോന്നിയില്ല. ആൻഡ് ഐ എം എ PSC ആസ്പിറൻറ്റ് ഫോർ നൗ. അപ്പം എന്തുകൊണ്ട് ഈ സ്റ്റഡി വ്ളോഗ് തന്നെ തുടങ്ങിക്കൂടാന്ന് തന്നെ വിചാരിച്ചു. ലൈക്ക് എന്താ പറയുക, എനിക്ക് കുറേ സമയം വളരെ വളരെ കുറവാണ്. എൻ്റെ കയ്യിലുള്ള സമയം വളരെ കുറവാണ്. പഠിക്കാൻ തന്നെ സമയം വളരെ കുറവാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരു സബ്ജക്റ്റ് കണ്ടെത്തി എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാമെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ ആൻഡ് വേറെ എന്തിനെ പറ്റി ആലോചിക്കുമ്പോഴും ഞാൻ അതിനെ പറ്റി ഇരിക്കണം. മീൻസ് ഐ ഹാവ് ടു പുട്ട് എക്സ്ട്രാ എഫേർട്ട് ടു ഇറ്റ്. ബട്ട് PSC ആണെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്യുന്ന കാര്യമാണ്, ഞാൻ പഠിക്കുന്ന കാര്യം എന്ന് പറയുമ്പം, ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് എനിക്ക് കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ സ്റ്റഡിയിലേക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പഠിത്തത്തിലേക്ക് ഇരിക്കാനും കഴിയും എന്നെനിക്ക് തോന്നി. സോ മാത്രമല്ല, എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അറിഞ്ഞൂടാ എഡിറ്റ് ചെയ്യാൻ, എനിക്ക് തീരെ അറിഞ്ഞൂടാ. ക്യാമറേൻ്റെ ആംഗിൾ എനിക്ക് തീരെ അറിഞ്ഞൂടാ. ഞാൻ ചില വീഡിയോസൊക്കെ എടുത്ത് നോക്കി. അപ്പം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മീൻസ് തിയറി പോലെയല്ല പ്രാക്ടിക്കൽ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ഐ തിങ്ക് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഞാൻ വേറെ ഒരു ഭാഗം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി വേറൊരു ആംഗിളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല. ഒരു അരമണിക്കൂർ 1 മണിക്കൂറുള്ളൊരു ഞാൻ പഠിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ അതെനിക്ക് ഇതിലേക്ക് കീപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം ആംഗിൾ മാറിപ്പോയി, സെറ്റ് ചെയ്ത പോലെ വന്നില്ല. സോ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ആലോചിച്ചു ഇനിയിപ്പം ഇതിലേക്ക് ഇടണോ, മീൻസ് ഇന്ന് ഞാൻ തുടങ്ങണോ അല്ലെങ്കിൽ നാളെ തുടങ്ങിയാലോ, നാളെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് നാളെ തുടങ്ങിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി മേ ബി നോട്ട്, ലൈക്ക് നാളേക്ക് മാറ്റി വെച്ചാൽ ഒന്നാമത് എൻ്റെ കാര്യമാണ്. നാളത്തേക്ക് മാറ്റി വെച്ചാൽ ഞാൻ ചിലപ്പം നാളെ മറ്റന്നാളാവും, എൻ്റെ പിറ്റേന്നാവും, അങ്ങനെ ആയാലോ എന്ന് എനിക്ക് തോന്നി. സോ എൻ്റെ കയ്യിലുള്ള സാധനം കൊണ്ട് എന്തായാലും ജസ്റ്റ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ലൈക്ക് ഇതിപ്പോൾ എത്ര ആളിലേക്ക് റീച്ച് ആവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും പിന്നെയും കാണുന്നത്. സോ ലൈക്ക് ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഞാൻ തുടങ്ങി എന്നുള്ളൊരു സുഖം എനിക്കുണ്ടാവുമല്ലോ. സോ ഇത് മതി. എന്തായാലും സ്റ്റാർട്ടിങ് ആണല്ലോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ലൈക്ക് ടെക്നിക്കൽ PSCക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലാഗായി. എനിക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ലാഗായി. ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് പെൻഡിങ് ആണ്. കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട്, വീട്ടിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ കുറച്ച് പെൻഡിങ് ആയിരുന്നു. അപ്പം ഒരാഴ്ചത്തെ ലീവും കൂടി ആയപ്പോൾ കുറച്ചും കൂടി പെൻഡിങ് ആയി. എന്തായാലും ഞാൻ തിരിച്ച് ട്രാക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഞാൻ റെഡിയാക്കുന്നത്. ഏകദേശം എങ്ങനെ ട്രാക്കിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം പ്ലാൻ അനുസരിച്ചൊരു 90 ഡേ എൻ്റെ എക്സാം, ഞാൻ ഇനി പ്രതീക്ഷിക്കുന്ന ഒരു മെയിൻ എക്സാം ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ സ്റ്റഡി പ്ലാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 90 ഡേയ്സ് മീൻസ് 100 ഡേയ്സ് ഒക്കെ ഉണ്ട് ഇനി എക്സാമിന്. പക്ഷെ 90 ഡേയ്സ് വെച്ചൊന്നാണ്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ പലതും വരാം, പല കേസും വരാം. ഒന്നാമത് ഞാൻ ഹൗസ് വൈഫാണ്. സോ പല കാരണങ്ങളോട് എനിക്ക് ഞാൻ പ്ലാൻ ചെയ്ത ടൈം തന്നെ കറക്റ്റ് കിട്ടാറില്ല. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വരാം.
വരും എന്നുള്ളത് വളരെ വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും 100 ഡേയ്സ് ഒക്കെ ഉള്ളതിനേക്കാൾ അധികം ഉള്ളത് ഞാൻ 90 ഡേയ്സ് ആയിട്ട് ചുരുക്കി. അത് തന്നെ 21 ഡേയ്സ് ആക്കിയിട്ട് ചുരുക്കി. 21 ഡേയ്സ് കൊണ്ട് എനിക്ക് പെൻഡിങ് ആയിട്ടുള്ള സബ്ജക്ട്സും അതുപോലെ തന്നെ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള സബ്ജക്ട്സും കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കുമ്പം ലൈക്ക് എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടാണ്. പെൻഡിങ് ആയിട്ട് കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, 4-5 സബ്ജക്ട്സ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ പഠിപ്പിക്കുന്ന സാധനമുണ്ട്, കൂടാതെ അവിടെ എക്സാം ഉണ്ടാവും. ഞാൻ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പം കുറച്ച് ടഫാണ്. എന്നാൽ 21 ഡേയ്സ് കൊണ്ട് മാക്സിമം ലൈക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നീങ്ങാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പ്ലാനിങ് ആണ് ഇപ്പോൾ മെയിനായിട്ട് ഇതിൽ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോയിലായിരുന്നു ഞാൻ പഠിക്കുന്ന കാര്യം ഉണ്ടായിരുന്നത്. അത് വളരെ എന്താ പറയുക, അത് പോയി ഞാൻ ഡിലീറ്റ് ചെയ്തു. ഏകദേശം ഒരു മണിക്കൂറിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂറൊക്കെയുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് പോയി. ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഇത് തന്നെ ഒരു വലിയ ഒരു മുന്നേറ്റമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ എടുക്കുമ്പം കൺസിസ്റ്റൻ്റായിട്ട് എനിക്ക് പഠിക്കാൻ തോന്നും. ഉള്ള സമയം മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. എന്താ പറയുക, ഹൗസ് വൈഫായിരിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, എനിക്കിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയം പഠിക്കുക എന്നുള്ളതാണ്. കിട്ടുന്ന സമയം വേറെ എന്തെങ്കിലും വളരെ കുറച്ച് സമയമായിരിക്കും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത്. ആ സമയം ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ വേണം അല്ലെങ്കിൽ 2 മണിക്കൂർ വേണമെന്ന് വിചാരിച്ചാൽ എപ്പോഴും നടക്കണമെന്നില്ല. കിട്ടുന്ന സമയം പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. മീൻസ് ആ ഒരു കൺക്ലൂഷനിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. എനിക്കാണെങ്കിൽ വളരെയധികം സൗകര്യം വേണം, നല്ല ടേബിള്, മീൻസ് നല്ലൊരു അറ്റ്മോസ്ഫിയർ, കുറേ സമയം, അങ്ങനെയൊക്കെ വേണം എന്നായിരുന്നു ഞാൻ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഓക്കെ, എന്താണോ കയ്യിലുള്ളത് അതിൽ പഠിക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ തുടങ്ങുകയാണ് ഇന്നു മുതൽ ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റായിട്ട് വീഡിയോ ഇടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും. സോ ഈ വീഡിയോക്ക് എത്ര ആളിലേക്ക് റീച്ച് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എൻ്റെ ഒരു മുന്നോട്ടുള്ള ജേണിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. മീൻസ് ആരൊക്കെ ഉണ്ടോ, ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ഇറ്റ് വിൽ ബി ഇൻസ്പയറിങ്. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ഓരോരുത്തരെ സ്റ്റഡി വ്ളോഗ്സൊക്കെ. അപ്പം അവർ ചെയ്യുന്നത് കാണാനും അവർ പറയുന്നത് കേൾക്കാനും വളരെ ഇൻസ്പയറിങ് ആണ്. നമുക്കും കൂടി ഇരുന്ന് പഠിക്കാൻ വേണ്ടി തോന്നും. സോ അങ്ങനെ ഒരാളായിട്ട് മാറാൻ എനിക്കും കഴിയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് പഠിക്കാം, ഇനിയുള്ള സമയം നമുക്ക് പഠിക്കാം. ഓക്കെ ദെൻ, പിന്നെ വേറെ വാക്കുകളൊന്നും അങ്ങനെ വരുന്നില്ല. മേ ബി സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. ചിലപ്പോൾ ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത് തോന്നുന്നു ഇൻട്രോയ്ക്കുള്ളത്. സോ ഇനി എന്തായാലും ബാക്കിയുള്ള സമയം ലെറ്റ്സ് സ്റ്റഡി. കുറച്ച് നേരം വളരെ കാമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിരിക്കാം. ഓക്കെ.